തമിഴ്നാട് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ രാജ്യം മുഴുവൻ ശ്രദ്ധയാകർഷിക്കുന്ന ലോക്സഭാ മണ്ഡലമായി മാറിയിരിക്കുകയാണ് കോയമ്പത്തൂർ. PMK ഉൾപ്പെടെയുള്ള ശക്തരായ പ്രാദേശിക പാർട്ടികൾക്കൊപ്പം സഖ്യമായി മത്സരിക്കുന്ന ബിജെപി തമിഴ്നാട്ടിൽ ഇത്തവണ വലിയ മുന്നേറ്റമാണ് ലക്ഷ്യമിടുന്നത്. യുവത്വത്തിന്റെ പ്രസരിപ്പുമായി എത്തുന്ന അണ്ണാമലൈ കൊങ്കു നാട്ടിലെ പ്രധാന നഗരമായ കോയമ്പത്തൂരിൽ നിന്ന് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുമോ? അണ്ണാമലയുടെ സാധ്യതകൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലം ഇത്തവണ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അണ്ണാമലയ്ക്കെതിരെ സിംഗേജി രാമചന്ദ്രയാണ് AIDMK രംഗത്തിറക്കാൻ പോകുന്നത്. പാർട്ടിയുടെ IT വിഭാഗം മേധാവിയാണ് 36-കാരനായ സിംഗെ രാമചന്ദ്രൻ. ഇന്ത്യ സഖ്യത്തിന് വേണ്ടി DMK ആണ് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നത്. കോയമ്പത്തൂർ മുൻ മേയർ ഗണപതി B രാജകുമാറാണ് DMKയുടെ സ്ഥാനാർത്ഥി. AIDMK വിട്ട് 2020-ലാണ് ഗണപതി DMKയിലേക്ക് ചേക്കേറിയത്. സഖ്യകക്ഷിയായ CPMന്റെ സിറ്റിംഗ് സീറ്റായ കോയമ്പത്തൂർ ഇത്തവണ DMK ഏറ്റെടുക്കുകയായിരുന്നു. DMKയുടെ നിശ്ചിത വിമർശകനായ അണ്ണാമലൈ കോയമ്പത്തൂരിൽ മത്സരിക്കുമെന്ന റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു സ്റ്റാലിന്റെ ഇങ്ങനെ ഒരു നീക്കം. മുൻ IPS ഓഫീസറായ കെ അണ്ണാമലൈ 2020-ലാണ് BJPയിൽ ചേരുന്നത്. IPS ഓഫീസർ എന്ന നിലയിൽ മാതൃകാപരമായ സേവനം നടത്തിയ അണ്ണാമലൈ കർണാടക സിംഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 2021-ൽ BJP സംസ്ഥാന അധ്യക്ഷനായി നിയമിതനായ അണ്ണാമലൈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രതിപക്ഷ നിരയിലെ പ്രധാന ശബ്ദമായി ഉയരുകയായിരുന്നു. DMK വിരുദ്ധ വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള അണ്ണാമലയുടെ എൻ മണ്ണ് എൻ മക്കൾ യാത്ര തമിഴ്നാട്ടിലാകെ വലിയ ചലനമാണ് ഉണ്ടാക്കിയത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ചൊവ്വാഴ്ച കോയമ്പത്തൂരിൽ എത്തിയിരുന്നു. പ്രധാനമന്ത്രി നഗരത്തിൽ നടത്തിയ റോഡ് ഷോ വൻ ജനാവലിയാണ് ആകർഷിച്ചത്. 1998-ൽ ഭീകര സംഘടനയായ അൽ ഉമ ആസൂത്രണം ചെയ്ത ബോംബ് സ്ഫോടനത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് നരേന്ദ്രമോദി പ്രണാമം അർപ്പിച്ചു. LK അദ്വാനിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി 1998-ൽ കോയമ്പത്തൂരിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ 58 പേർക്കാണ് ജീവൻ നഷ്ടമായത്. തമിഴ്നാട് നിയമസഭയിൽ നിലവിൽ BJPക്ക് 4 സീറ്റുകളാണുള്ളത്. അതിൽ ഒരു സീറ്റ് കോയമ്പത്തൂരിൽ നിന്നാണ്. BJPയുടെ തമിഴ്നാട്ടിലെ വനിതാമുഖമായ വാനതി ശ്രീനിവാസനാണ് കോയമ്പത്തൂർ സൗത്തിൽ നിന്നുള്ള MLA. തമിഴ് സിനിമയിലെ മിന്നും താരം കമൽഹാസനെയാണ് വാനതി കോയമ്പത്തൂരിൽ മലർത്തിയടിച്ചത്. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMK സഖ്യത്തിൽ മത്സരിച്ച CPM സ്ഥാനാർത്ഥി PR നടരാജനാണ് കോയമ്പത്തൂരിൽ നിന്ന് വിജയിച്ചത്. AIDMKയുടെ പിന്തുണയോടെ പോരാടിയ BJPയുടെ മുതിർന്ന നേതാവ് CP രാധാകൃഷ്ണനായിരുന്നു 2ാം സ്ഥാനത്ത്. 1,79,000-ഓളം വോട്ടുകളായിരുന്നു PR നടരാജന് കഴിഞ്ഞ തവണ വിജയിച്ചത്. ഇത്തവണ കോയമ്പത്തൂരിൽ കടുത്ത ത്രികോണ മത്സരമാണ് അരങ്ങേറാൻ പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തമിഴ്നാട്ടിൽ BJPക്ക് മോശമല്ലാത്ത സ്വാധീനമുള്ള മണ്ഡലമാണ് കോയമ്പത്തൂർ. മേഖലയിൽ RSSന്റെ പ്രവർത്തനം ശക്തമാണ്. 1998-ൽ CP രാധാകൃഷ്ണനാണ് കോയമ്പത്തൂരിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട BJP നേതാവ്. അന്ന് AIDMKയുമായി സഖ്യത്തിലായിരുന്ന BJP. തൊട്ടടുത്ത വർഷം വീണ്ടും പൊതു തെരഞ്ഞെടുപ്പിന് നടന്നപ്പോൾ മണ്ഡലത്തിൽ നിന്ന് CP രാധാകൃഷ്ണൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 99-ൽ DMKയുമായിട്ടായിരുന്നു തമിഴ്നാട്ടിൽ BJPയുടെ കൂട്ടുകെട്ട്. 39-കാരനായ കെ അണ്ണാമലൈ ഇത്തവണ കോയമ്പത്തൂരിൽ നിന്ന് ജനവിധി തേടുമ്പോൾ BJPയും NDAയും ജയം തന്നെയാണ് ലക്ഷ്യമിടുന്നത്. യുവ വോട്ടർമാർക്കും സ്ത്രീകൾക്കും ഇടയിലുള്ള അണ്ണാമലയുടെ വലിയ ജനപ്രീതി വോട്ടായി മാറുമെന്ന് തന്നെയാണ് BJP ക്യാമ്പിന്റെ പ്രതീക്ഷ. ഉത്തരേന്ത്യയിൽ നിന്ന് ജോലി ആവശ്യങ്ങൾക്കായി വന്ന നഗരത്തിൽ സ്ഥിരതാമസമാക്കിയ വോട്ടർമാർ കോയമ്പത്തൂരിൽ ഒരുപാടുണ്ട്. ഇവരുടെ സാന്നിധ്യവും BJPക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്.